ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലെ ഒരു അടിപൊളി ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമ്മൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന കുറച്ച് സ്ക്രീൻ എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിലുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ചാറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ക്രീനിലേക്ക് പോയതിനു ശേഷം നമ്മൾ ഈ ഒരു സ്ക്രീൻ ഓൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ എല്ലാം കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്നവരുടെ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എല്ലാം നേരത്തെ ചെയ്യാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാൻ ഇവിടെ അനുവദിക്കുന്നില്ല. അതായത് സ്ക്രീൻഷോട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് ചെയ്യുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് ഈ ഒരു പ്രൊഫൈൽ പിക്ചർ എല്ലാം എടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഈ ചാറ്റിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു പിക്ചർ എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതായത് ഇത് കറക്റ്റായി നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാമാണ് ലഭിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കറക്റ്റായി ക്രോപ്പ് ചെയ്ത് ഇത്തരത്തിൽ കറക്റ്റായി നിങ്ങൾ ഇത് സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ സേവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഇത് ഗാലറിയിൽ നമുക്ക് സേവ് ആയി കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്ത് ആൽബം എന്നതിൽ പോയി ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഇത് നമ്മൾ ഇവിടെ സ്ക്രീൻഷോട്ട് എല്ലാം ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ആരുടെയെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഇമേജ് എല്ലാം തന്നെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാം തന്നെ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ട്രിക്ക് എല്ലാം യൂസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്